മാജിക് പെൻസിൽ. ഞാൻ പറയുന്ന അതേപോലെ നോട്ടിൽ എഴുതണം. എന്റെ പെൻസിൽ ഉടഞ്ഞു പോയല്ലോ. മേരി, എനിക്ക് പെൻസിൽ തരൂ. മിസ് വരുന്നു. പെൻസിൽ ചോദിച്ചതാ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എഴുതാതെ എന്തെടുത്തോണ്ടിരിക്കുക? അവൾ എന്നോട് പെൻസിൽ ചോദിച്ചതാ. സ്കൂളിലേക്ക് വരുമ്പോ ഇതൊക്കെ എടുത്തോണ്ട് വരണ്ടേ ലീനെ? അത് പിന്നെ മിസ്, എത്ര പ്രാവശ്യം പറഞ്ഞാലും നിങ്ങൾക്ക് അതൊന്നും കൊണ്ടുവരാൻ ഓർമ്മയുണ്ടാവില്ലല്ലേ? എന്റെ പെൻസിലിന്റെ മൊന ഉടഞ്ഞു പോയി, അതുകൊണ്ടാ ചോദിച്ചത്. എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഇന്ന് ടെസ്റ്റിൽ രണ്ടുപേർക്ക് 0 മാർക്കാ തരാൻ പോകുന്നത്. സോറി മേരി, മേരി പ്ലീസ് എന്നോട് മിണ്ട്. ലീന, നിനക്കിന്നൊരു സർപ്രൈസ് ഉണ്ട്. പരീക്ഷയിൽ ഞാൻ 0 വാങ്ങിച്ചതറിഞ്ഞാൽ സർപ്രൈസ് തന്നെ ആയിരിക്കും. എന്താ ഒന്നും പറയാതെ മിണ്ടാതിരിക്കുന്നത്? ഒന്നുമില്ല, എന്താന്ന് പറ. നീ പോയി നിന്റെ റൂമിൽ നോക്ക്. എന്താ ഇത്? ബാഗ് നല്ല രസം. എന്താ എഴുതി വെച്ചിരിക്കുന്നേ? പ്രിയപ്പെട്ട ലീനെ, നന്നായി പഠിച്ച നല്ല കുട്ടിയായി വരണം. ഓ, ഇതുപോലത്തെ പെൻസിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. താങ്ക്സ് അമ്മേ. അമ്മേ, നിനക്കത് ഇഷ്ടപ്പെട്ടോ മോളെ? നന്നായിട്ടുണ്ട്. എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. അമ്മ എങ്ങനെയാ അറിഞ്ഞത്? എന്റെ ഫ്രണ്ട് ഫോറിന്ന് വന്നിട്ടുണ്ട്, അവള് തന്നതാ. അത് ശരി, എനിക്കിത് ഒരുപാട് ഇഷ്ടായി. മോളിത് സൂക്ഷിച്ചു വെക്കണം, വേറെ ആർക്കും കൊടുക്കരുത്. വിഷമിക്കണ്ട അമ്മേ, ഞാൻ ഇതുവരെ എന്തെങ്കിലും കളഞ്ഞിട്ടുണ്ടോ? നീ ഇതുവരെ കളഞ്ഞത് ലിസ്റ്റ് പറയണോ? മായക്കണ്ണ, ഈ പെൻസിൽ വളരെ നന്നായിട്ടുണ്ട്. എത്ര അമർത്തി എഴുതിയാലും മോനെ ഒടിയുന്നേ ഇല്ല. ഇതൊരു അപൂർവമായ പെൻസിലാ. പെൻസിലല്ലേ, ഐസ്ക്രീം ആയിരുന്നെങ്കിൽ ഞാൻ കഴിച്ചോണ്ടേനെ. നാളെ ഇത് മേരിയെ കാണിക്കണം. ഈ അതിശയ പെൻസിൽ നോക്കൂ മേരി, ഇത് എനിക്ക് എന്റെ അമ്മ തന്നതാ. അയ്യോ, ഈ പെൻസിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് നന്നായിട്ട് എഴുതുന്നുണ്ട് ലീനെ. നിനക്ക് എന്നോടുണ്ടായിരുന്ന ദേഷ്യം പോയോ? നമുക്കിനി ഫ്രണ്ട്സ് ആയിരിക്കാം കേട്ടോ. ലീന, പെൻസിൽ നന്നായിട്ടുണ്ട്, അതെനിക്ക് തരുമോ പ്ലീസ്? മേരി, ലീനയുടെ കയ്യിരിക്കുന്ന പെൻസിൽ നല്ല ഭംഗിയല്ലേ? അതെ അതെ, നല്ല ഭംഗിയുണ്ട്. ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാം. ഓക്കെ കുട്ടികളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് തുടങ്ങാം. എന്റെ പുതിയ പെൻസിൽ എവിടെ പോയി? 20 വാക്കുകൾ പോലും ഞാൻ അതുകൊണ്ട് എഴുതിയില്ല. അമ്മ അറിഞ്ഞ വഴക്കു പറയും. അമ്മയെ ഞാൻ എങ്ങനെ സമാധാനിപ്പിക്കും? ഞാൻ ഇനി നിനക്കൊന്നും വാങ്ങിച്ചു തരില്ല. കുറച്ചു നേരം മുമ്പ് എന്റെ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയിരിക്കും അത്? പഴയ പെൻസിൽ കൊണ്ട് എഴുതാം. നിന്റെ പുതിയ പെൻസിൽ എങ്ങനെയുണ്ട് ലീനെ? അത് നന്നായിട്ടുണ്ടമ്മേ. കളയാതെ സൂക്ഷിച്ചു വെക്കണം. എന്നെ വിശ്വസിച്ചമ്മേ, ഞാൻ നോക്കിക്കോളാം. മയക്കണ്ണ, അമ്മ തന്ന പെൻസിൽ കാണാതെ പോയി, ഞാൻ എന്താ ചെയ്യാ? അത് നീ കളഞ്ഞോ? എനിക്ക് ആകെ വിഷമം തോന്നുന്നു. പെൻസിലല്ലേ, കളയ. എനിക്ക് ഐസ്ക്രീം തിന്നാൻ തോന്നുന്നു. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോഴാണോ നിനക്ക് ഐസ്ക്രീം തിന്നാൻ തോന്നുന്നത്? എനിക്ക് ആ പെൻസിൽ വേണം. നീ പൂച്ചയായി മാറിക്കോ. എന്നെ കളിയാക്കിയ നിന്നെ ഞാൻ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇനി എന്റെ പെൻസിൽ എടുത്തിരിക്കുന്നു. ഇത് ലീനയുടെ പെൻസിൽ പോലെ ഉണ്ടല്ലോ. നിന്റെ പെൻസിൽ എവിടെ ലീന? അത് കാണാതായി. കാണാതായില്ലോ. ഈ പെൻസിൽ എന്റെ അമ്മ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാ. കള്ളം പറയോ? എന്റെ പെൻസിൽ കണ്ടുകിട്ടി. അത് മേരിയുടെ അടുത്തുണ്ട്. അവളോടത് വാങ്ങിച്ചൂടായിരുന്നോ? പക്ഷേ അത് അവളുടെ അമ്മ കൊടുത്തതാന്ന് പറയുന്നല്ലോ. കള്ളം പറഞ്ഞതായിരിക്കും. എനിക്ക് ആ പെൻസിൽ വേണം. നീ എന്നെ സഹായിക്കോ? ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറ. മേരി വെച്ചിരിക്കുന്ന പെൻസിൽ എഴുതാതാവണം. അതിനെന്തേലും ചെയ്യേ. എന്റെ മാജിക് ശക്തി അതിന് ഉപയോഗപ്പെടില്ല. നീ ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ നിനക്ക് ഐസ്ക്രീം തരില്ല. ഐസ്ക്രീം തരില്ലെന്നോ? ഇത് മോശം. ഈ സഹായം മാത്രം ചെയ്യേ. ഞാൻ പൂച്ചയാകട്ടെ. തിരിച്ചു വാ മായക്കണ്ണ. ലീനെ, എല്ലാരും എഴുതി കഴിഞ്ഞു കാണും. പോയി പേപ്പർ വാങ്ങിച്ചോണ്ട് വാ.
ഇങ്ങോട്ട് വാ. എന്താ അമ്മേ, ഞാൻ എന്തേലും തെറ്റ് ചെയ്തോ? ഈ പെൻസിൽ സൂക്ഷിച്ചു വെക്കണം ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ. അഴിച്ചു വെച്ച ഡ്രസ്സിലുണ്ടായിരുന്നു. നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ല. നല്ല കാലം അത് എന്റെ കൈ കിട്ടി. ഓ, അതെന്റെ ക്രിസ്മസ്. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മയുടെ ഫ്രണ്ട് അമ്മയ്ക്ക് ഗിഫ്റ്റ് തന്ന പോലെ മേരിയുടെ അമ്മയ്ക്കും കൊടുത്തിട്ടുണ്ടോ? അതെ, കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു വലിയ തെറ്റ് ചെയ്തു അമ്മേ. ഞാൻ സംസാരിക്കുമ്പോ നീ എങ്ങോട്ടാ ഈ ഓടുന്നേ? മേരിയോട് ക്ഷമ ചോദിക്കണം. Happy birthday to Lina. Happy birthday to you. നിന്റെ ആഗ്രഹം എന്താന്ന് പറയേ? എനിക്ക് ദിവസം പിറന്നാളാവണം. ഇപ്പൊ നീ കാൻഡിൽസ് ഊതിക്കെടുത്തണം. കുറച്ചു നേരം കൂടെ കഴിയട്ടെ അമ്മേ. ക്യാൻഡിൽ ലൈറ്റിലെ വീട് കാണാൻ നല്ല രസം. പക്ഷെ കേക്ക് ഉരുകി പോവുമല്ലോ. മിയാവ്, മിയാവ്. അമ്മേ, എനിക്ക് വേണ്ടി ഈ ഐസ്ക്രീം കേക്ക് ഉണ്ടാക്കിയതിന് നന്ദി അമ്മേ. നിനക്കത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. നീ ഇത് ഫ്രിഡ്ജിൽ വെച്ചോ, എന്നിട്ട് പിന്നീട് കഴിച്ചോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. നിന്റെ പിറന്നാളിന് വേണ്ടി ഉണ്ടാക്കിയതാ. നന്ദി അമ്മേ. എനിക്ക് വിശക്കുന്നു. ഞാനൊരു പിടി പിടിക്കട്ടെ. ബർത്ത്ഡേ നന്നായിട്ടുണ്ടല്ലേ? ഐസ്ക്രീം കിട്ടുന്നു, കേക്ക് കിട്ടുന്നു, അല്ലേ ലീനെ? അതെ, എന്റെ പിറന്നാളിന് മാത്രമേ ഐസ്ക്രീമും കേക്കും ഒക്കെ കിട്ടുന്നുള്ളൂ. നീ എന്താ പറയുന്ന ലീനെ? അച്ഛനും അമ്മയും ബർത്ത്ഡേ ആഘോഷിക്കാറേ ഇല്ല. ഇതുവരെ ആഘോഷിച്ചിട്ടേ ഇല്ലേ? അതെ, എന്റെ ബർത്ത്ഡേ മാത്രമേ ആഘോഷിക്കാറുള്ളൂ. അവരുടെ ബർത്ത്ഡേ എനിക്ക് എപ്പോഴാന്ന് പോലും അറിയില്ല. അതെന്നാണെന്ന് ചോദിക്കുക. അപ്പോഴല്ലേ നമുക്ക് അന്നും ഐസ്ക്രീമും കേക്കും ഒക്കെ ധാരാളം കിട്ടും. ഈ ഐസ്ക്രീമിന്റെ കാര്യം മാത്രം ഓർത്തു. നിനക്ക് നിന്റെ അച്ഛന്റെ അമ്മയുടെ ബർത്ത്ഡേ പോലും അറിയില്ലല്ലോ. എങ്ങനെയെങ്കിലും അത് അറിയണം. അമ്മേ, അമ്മയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചോട്ടെ? എന്താ ചോദിച്ചോ ലീനെ? അമ്മയുടെ ബർത്ത്ഡേ എന്നാണെന്ന് എന്നോട് പറയോ? അതിപ്പോഴെന്തിനാ? അമ്മയ്ക്ക് ബർത്ത്ഡേ പാർട്ടി തരണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാനത് ആഘോഷിക്കാറില്ല. എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിലേ നീ നന്നായി പഠിക്കാതെ മതി. അതൊക്കെ ഞാൻ പഠിച്ചോളാം. അമ്മയുടെ പിറന്നാൾ എന്നാന്ന് പറയേ. ഞാൻ പറയില്ലെന്ന് പറഞ്ഞില്ലേ? ആദ്യം നീ റൂമിൽ പോയി നിന്റെ ഹോംവർക്ക് ചെയ്യും. അമ്മയ്ക്ക് എന്തിനാ ഇത്ര വാശി? അച്ഛന്റെ പിറന്നാൾ എന്നാച്ചാ? എന്തിനാ ഇപ്പൊ ചോദിക്കുന്നില്ല നീനെ? എനിക്കിത് ആഘോഷിക്കാനാ. എന്റെ പിറന്നാൾ എന്നാണെന്ന് എനിക്ക് അറിയില്ല മോളെ. അച്ഛന്റെ പിറന്നാൾ പോലും അച്ഛൻ അറിയില്ല. അത് എത്ര പ്രധാനപ്പെട്ട ദിവസാ. എന്റെ അച്ഛനും അമ്മ പിറന്നാൾ എന്നാന്ന് പറയുന്നില്ല. നിനക്കൊരു കാര്യം അറിയാമോ? എന്റെ അച്ഛന്റെ അമ്മയുടെ പിറന്നാൾ എനിക്കറിയില്ല. ഞാൻ അവരോട് രണ്ടുപേരോട് ചോദിച്ചു നോക്കി, രണ്ടുപേരും പറയുന്നില്ല. അതറിയാൻ വേണ്ടി നീ എന്ത് ചെയ്യാൻ പോവലീനെ? അവരുടെ പിറന്നാളിന്റെ അന്ന് അവർക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കണം. ഇത് നല്ല ആശയാണ് ലീനെ. എന്നാണ് അവരുടെ പിറന്നാളെന്ന് അറിയാതെ എങ്ങനെയാ ഗിഫ്റ്റ് കൊടുക്കുക? അത് ശരിയാ. അല്ല, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? പ്രശ്നം വളരെ ചെറുതാ. നിനക്ക് സഹായിക്കാൻ പറ്റുമോ? ലീനയ്ക്ക് അവളുടെ അച്ഛന്റെ അമ്മയുടെ പിറന്നാൾ ദിവസം അറിയണമെന്ന്. അത് വളരെ ഈസി അല്ലേ? അവരുടെ വോട്ടേഴ്സ് ഐഡിയിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവുമല്ലോ, അത് നോക്കാം. ബ്രാൻഡോ, ഇതിനാണ് നീ ഉണ്ടാവണമെന്ന് പറയുന്നത്. എനിക്കെന്താ വോട്ടേഴ്സ് ഐഡി ഇല്ലാത്ത? അത് നിനക്ക് 18 വയസ്സിലേ കിട്ടൂ. അവരുടെ ഐ ഡി കാർഡിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ കുറിച്ചെടുക്കുക. അപ്പൊ നമുക്ക് ആഘോഷിക്കാമല്ലോ. മേരി അച്ഛന്റെ അമ്മയുടെ പിറന്നാൾ ഞാൻ കണ്ടുപിടിച്ചു. എന്റെ അച്ഛന്റെ അമ്മയുടെ ഐ ഡി കാർഡ് വെച്ച് ഞാൻ അവരുടെ പിറന്നാളും കണ്ടുപിടിച്ചു. എന്റെ അമ്മയുടെ പിറന്നാളിന് ഇനി 2 ദിവസം ഉള്ളൂ. ഓ, അതിന് നീ എന്ത് ചെയ്യാൻ പോലീനെ? എന്റെ തലയിൽ ഒന്നും തോന്നുന്നില്ല. ഒരു ഐഡിയ പറഞ്ഞുതരൂ. അവർക്ക് കേക്ക് വാങ്ങിച്ചു കൊടുക്ക്. കേക്ക് എന്റെ അമ്മ വീട്ടിൽ ഉണ്ടാക്കാറുള്ളതല്ലേ, അത് വാങ്ങിച്ചു കൊടുത്ത അമ്മയ്ക്ക് സന്തോഷം. അല്ലെങ്കിൽ ബർത്ത്ഡേ കാർഡ് വാങ്ങിച്ചു കൊടുക്ക്. ഈ ഐഡിയ കൊള്ളാലോ. ഏതുതരം കാർഡ് വാങ്ങിക്കണ്ടേ? മ്യൂസിക്കൽ കാർഡ് വാങ്ങിച്ചു കൊടുക്ക്. നന്നായിരിക്കും. എല്ലാരും അതല്ലേ വാങ്ങിക്കാറ്. അപ്പൊ
നീ തന്നെ ഒരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്ക്, അത് അവർക്ക് വളരെ ഇഷ്ടപ്പെടും. ആ ഇപ്പൊ നീ പറഞ്ഞ ഐഡിയ കൊള്ളാലോ. മയക്കണ എന്റെ മനസ്സിലുള്ള തരത്തിലുള്ള കാർഡ് എന്താ കടയിലൊന്നും കിട്ടാത്ത? അങ്ങനെ എന്താ നിന്റെ മനസ്സിൽ? അതും മേരിയുടെ അടുത്ത് ചോദിക്കായിരുന്നു. ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല കാർഡ് വേണം നീ നിന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ. ദേ, ഇതെങ്ങനെയുണ്ടെന്നൊന്ന് നോക്കി പറഞ്ഞേ. കുഴപ്പമില്ല, ഇത് മതിയാവോ? നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് നല്ലൊരു കാർഡ് ഉണ്ടാക്കാം. എന്നാൽ ശരി മയക്കണ്ണ. അക്കുത്തിക്കുത്താനം വരുമ്പത്തേ മായക്കണ്ണന്റെ കണ്ണിൽ കണ്ണുകൊണ്ടൊരു മായാജാലം. ഹായ്, വളരെ മനോഹരമായ കാർഡ്. നാളെ രാവിലെ ഈ കാർഡ് കിട്ടുമ്പോ സർപ്രൈസ് ആയി അമ്മ സന്തോഷിക്കും. മയക്കണ്ണ, നമുക്ക് പോസ്റ്റ് ഓഫീസിൽ പോവാം. പോലോ. ഹായ് മാ, ഞാൻ എത്തി. ഹായ് ലീനെ, സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും അമ്മയ്ക്ക് കിട്ടിയോ? നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പോസ്റ്റ്മാൻ ഒന്നും കൊണ്ടുവന്നു തന്നില്ലേ? ഇല്ലല്ലോ, ഒരു മാസമായിട്ട് ഇവിടെ ലെറ്റർ ഒന്നും വരുന്നില്ലല്ലോ. ഒന്നും വന്നില്ലേ? എന്താ ഇതൊക്കെ? നീ എന്തൊക്കെയാ പറയുന്നത്? വേഗം പോയി ഹോംവർക്ക് ചെയ്യേ. അമ്മയുടെ ബർത്ത്ഡേക്ക് ഞാൻ ആകെ അപ്സെറ്റാ. ഇങ്ങനെ വട്ടം കറങ്ങാതെ എന്താ ഉണ്ടായെന്ന് പറ. പോസ്റ്റ്മാൻ വന്നതേ ഇല്ല. ഞാൻ അമ്മയ്ക്ക് അയച്ച ബർത്ത്ഡേ കാർഡ് എന്തായോ എന്തോ. നമുക്കൊന്ന് പോയി അന്വേഷിച്ചാലോ? അത് പോസ്റ്റ് ബോക്സിനകത്ത് കുടുങ്ങിക്കാണോ എന്തോ. അതെങ്ങനെയാ ഞാൻ പോസ്റ്റ് ബോക്സിനകത്ത് പോയി നോക്കാം? അത് ഞാൻ പോയി നോക്കാം. അതിനകത്ത് അത് ഉണ്ടെങ്കിൽ ശരി, ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ മയക്കണ്ണ? ആദ്യം അത് അവിടെ ഉണ്ടോന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അക്കുത്തിക്കുത്താന വരുമ്പത്ത് മായക്കണ്ണന്റെ കണ്ണുകൊണ്ടൊരു മായാജാലം. ഇത് ഇവിടെ തന്നെയുണ്ട്. ഞാൻ സ്റ്റാമ്പ് ഒട്ടിക്കാൻ മറന്നതാ മയക്കണ്ണ. അമ്മ എണ്ണിക്കുന്നതിന് മുമ്പ് ഇത് അമ്മയുടെ അരികത്ത് വെച്ചിട്ട് പോണം. പിറന്നാൾ ആശംസകൾ അമ്മേ. എല്ലാം ഉണ്ടാക്കി. ലീനെ, എന്താ വിഷയം? ഇന്ന് വളരെ സങ്കടമായി കാണുന്നല്ലോ. ഈ മാസം എനിക്കൊരു പുതിയ പാവം വാങ്ങിച്ചെരാൻ അച്ഛൻ സത്യം ചെയ്തതല്ലേ? ഞാൻ എപ്പോഴാണ് സത്യം ചെയ്തത്? അച്ഛൻ സത്യം ചെയ്തു. എനിക്കൊരു ഡോഗി പാവയെ വാങ്ങിച്ചെരാന്ന് സത്യം ചെയ്തു. എന്തിനാ ഈ പാവക്കുട്ടികളൊക്കെ? നിന്റെ അടുത്ത് ധാരാളം ഉണ്ടല്ലോ. പക്ഷെ ഞാൻ സത്യം ചെയ്ത് കൊടുത്തല്ലോ. എന്നോട് നിങ്ങൾ ഒന്നും പറയണ്ട. അച്ഛൻ എനിക്ക് സത്യം ചെയ്തതാ. അച്ഛൻ അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്കൊരു പാവയെ പോലും വാങ്ങിച്ചു തരില്ല. എല്ലാം നിന്റെ തെറ്റാ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അമ്മ എന്റെ അടുത്ത് ധാരാളം പാവയുണ്ടെന്ന് പറഞ്ഞു. അതിനെന്താ? ആ പറഞ്ഞത് സത്യല്ലേ? എനിക്കൊരു ഡോഗി പാവയെ വേണം മയക്കണ്ണ. നിന്റെ അടുത്ത് ധാരാളം ഡോഗി പാവകൾ ഉണ്ടല്ലോ. ദേ, ഈ പാവയുടെ കാതില്ല. അത് നീയല്ലേ പിടിച്ച് വലിച്ചു കീറി കളഞ്ഞത് ലീനെ. എന്റെ പാവകളെ ഞാൻ എങ്ങനെ വേണേലും വലിച്ചു കീറും. ഇങ്ങനെ ചെയ്തോണ്ടിരുന്ന എല്ലാ പാവകളും നശിക്കും, പുതിയത് കിട്ടുകയില്ല. നിന്റെ ഉപദേശം എനിക്ക് വേണ്ട. പോടാ. അഹങ്കാരി, ഇവളെ ഒരു പാഠം പഠിപ്പിക്കണം. അതിശയം തന്നെ. ഇതല്ലേ എങ്ങോട്ടായി പോകുന്നത്? ഇനി ഞാനാണ് നിങ്ങളുടെയൊക്കെ ഡോക്ടർ. അകത്ത് എന്താ സംഭവിക്കുന്നേ? നീ വേണം ഞങ്ങളെ രക്ഷിക്കാൻ. അവള് ഞങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുന്നു. പാവകൾ എന്റെ കുറ്റം പറയുന്നു. മായക്കണ്ണൻ ഡോക്ടറോ? ഇത്രയും
പരിക്കുകൾ പറ്റാൻ ആരാ കാരണമായത്? വേറെ ആരാ? ലീന തന്നെ. അവളാ ഇങ്ങനെയൊക്കെ ഞങ്ങളെ ചെയ്തത്. എന്ത്? എന്റെ പാവകൾ സംസാരിക്കുന്നു. കളിക്കുന്നവരെ കളിച്ചിട്ട് ഞങ്ങളെ എടുത്ത് എറിയോ അവള്? ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. ഒരു ദാക്ഷിണ്യം ഇല്ലാതല്ലേ അവൾ ഡോഗിയുടെ കാത് വലിച്ചു പറിച്ചത്. അവളെ കാരണം എന്റെ കാത് പോയത്. എന്നിട്ട് ഓക്കിപ്പോ കളിക്കാൻ എന്നെ വേണ്ട. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയ്ക്ക് ക്രൂരയാണോ അവൾ? നീ വേണം ഞങ്ങളെ രക്ഷിക്കാൻ. അവളുടെ ശല്യം സഹിക്കാൻ വയ്യാതായിരിക്കും. അവളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ എല്ലാരും ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടാലോ എന്ന് ആലോചിക്കുന്നേ. അവളുടെ ഉപദ്രവം ഞങ്ങൾ സഹിക്കട്ടു. നിന്നെ വിശ്വസിച്ച ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളെ രക്ഷിക്കണം. വിഷമിക്കണ്ട, എന്നാലാവുന്ന സഹായം ഞാൻ ചെയ്യാം. വളരെ നന്ദി ഡോക്ടർ. നിനക്കെന്താ പ്രശ്നം? എന്റെ പോക്കറ്റ് അവള് കീറിക്കളഞ്ഞു. അതിലിപ്പോ ഒന്നും വെക്കാൻ പറ്റുന്നില്ല. ഞാനുള്ളപ്പോ എന്തിനാ വിഷമിക്കുന്ന? ഞാനെല്ലാം ശരിയാക്കി തരാം. ഇപ്പോഴെങ്ങനുണ്ട്? ആദ്യത്തെക്കാൾ നന്നായിട്ടുണ്ട്. അടുത്തതാരാ? അവൾ എന്റെ വാല് പറിച്ചു കളഞ്ഞ കാരണം എനിക്ക് ചാടാൻ പറ്റുന്നേയില്ല. കൈ ഓടിച്ചവൾ വല്ലാത്ത വേദന. ഞാൻ ഇത്ര ക്രൂരത കാണിച്ചോ? അവൾ അല്പം ദയ പോലും കാണിച്ചില്ലല്ലോ. ഞാൻ ഇത് ശരിയാക്കാം. ഇപ്പോഴെങ്ങനുണ്ട്? ഇപ്പൊ എനിക്ക് നന്നായി ചാടാൻ പറ്റുന്നുണ്ട്. നന്ദി നന്ദി ഡോക്ടറെ. സാരമില്ല. ശരി ഡോഗി, ഇപ്പൊ നിനക്കെന്താണ്? ഡോക്ടർ എന്റെ കാത് പോയി. അവളാ വലിച്ചു പറിച്ചു കളഞ്ഞത്. അവളൊരു കുട്ടി തന്നെയാണോ? നിന്റെ വലിച്ചു പറിച്ച കാതെവിടെ? കങ്കാരുവിന്റെ പോക്കറ്റിലാ വെച്ചത്. അതും അവളെടുത്ത് കളഞ്ഞു. അങ്ങനെ ചെയ്തോ? ഓ അത് ശരി. അപ്പൊ വേറെന്തെങ്കിലും വെച്ച് വേണം കാത് തയ്ക്കാൻ. അവളെ നിങ്ങൾ വേണം സഹായിക്കാൻ. ഞാനിപ്പോഴെന്താ ചെയ്യാ? എനിക്കൊരു നല്ല ഐഡിയ കിട്ടി. ആരോ പുറത്ത് നിൽക്കുന്ന പോലെ തോന്നുന്നു. അയ്യോ, അത് ലീനയാണ്. ലീനെ, നീ എന്തിനാ ഇവിടേക്ക് വന്നത്? ഞാൻ കട്ടിന് പുറകിൽ നിന്ന് നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങള് പറഞ്ഞത് സത്യമല്ലേ? നീ ഞങ്ങളെ ഉപദ്രവിച്ചിട്ടില്ലേ? ശരി ശരി, എനിക്ക് എല്ലാം മനസ്സിലായി. ഉപദ്രവിച്ചതിന് എന്നോട് ക്ഷമിച്ചേക്ക്. ചെയ്യാവുന്ന ദ്രോഹമൊക്കെ ചെയ്തിട്ട് അവസാനം ക്ഷമ ചോദിച്ചാൽ മതിയോ? നിന്നെ കൊണ്ട് ഞങ്ങൾക്ക് സഹി കെട്ടു. അടുത്തത് നീ എന്ത് ചെയ്യോന്ന് പേടിയാ. എന്റെ അടുത്തൊരു നല്ല ഐഡിയ ഉണ്ട്. ഞങ്ങൾ ആരും ആരും നിന്നെ നിന്നെ വിശ്വസിക്കില്ല. വിശ്വസിക്കില്ല. നിക്ക്, അവൾ എന്താ പറയുന്നെന്ന് കേക്കാം. എന്റെ ഹാൻഡ് കർച്ചീഫ് ഉപയോഗിച്ച് ഡോഗിക്ക് ഞാനൊരു കാതുണ്ടാക്കി തരാം. അതൊരു നല്ല ഐഡിയ തന്നെ. എന്ത് ചെയ്യാൻ പോന്നേ? ഒന്ന് നിക്കണേ. പൂക്കളുള്ള ഹാൻഡ് കർച്ചീഫ് മതിയോ? നിനക്ക് തയ്ക്കാൻ അറിയോ? എനിക്ക് തയ്ക്കാൻ അറിയാം. പക്ഷെ അടുത്ത് വന്ന ഡോഗി ഓടുവോ? സാരമില്ല, വാ. എനിക്കിത് ഇഷ്ടായി. ഈ വെച്ച കാത് എനിക്ക് വലിയ ഇഷ്ടായി. ലീനെ, നീ വളരെ നല്ലവളാണല്ലോ. മങ്കി, കങ്കാരു, നിങ്ങൾക്ക് എന്നോട് വെറുപ്പാണോ? ഇപ്പഴില്ലേ ഞങ്ങൾക്ക് വലിയ ഇഷ്ടാ. ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ എന്നോട് ക്ഷമിക്കുക. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. നിങ്ങളെ ഞാൻ നല്ലോണം നോക്കിക്കോളാം. ഞങ്ങൾക്ക് പേടിയാ. ഇപ്പൊ ശരിയെന്ന് പറഞ്ഞിട്ട് പിന്നീട് നീ ദ്രോഹിക്കൂ. ഞങ്ങളെ ഒന്നും ചെയ്യില്ലെന്ന് നീ സത്യം ചെയ്യണം. സത്യമായിട്ട് ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് അവളെ വിശ്വസിക്കാം. അവൾ ഇനി നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഇപ്രാവശ്യം അവളോട് ക്ഷമിക്കാം. ഇനി നീ ഞങ്ങളെ ആരെയും അടിക്കരുത് കേട്ടോ. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ അടിക്കില്ല. എന്റെ കുഞ്ഞിലെ വാങ്ങിച്ചത് ഈ തൊപ്പി. ഇനി ഇത് നീ എടുത്തോട്ടോ. എന്തൊരു ദുസ്വപ്നമായിരുന്നു. നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിഷ് ചെയ്തേ. കങ്കാരു, മങ്കി, ഡോഗി, എല്ലാവർക്കും സുഖമല്ലേ? പാവകൾക്ക് മനസ്സും